നമുക്ക് എളുപ്പത്തിലൊരു ഓലമീൻ കറി തയ്യാറാക്കാവേ. അതിനായിട്ട് ഞാൻ ഓലമീൻ കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുടംപുളിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ തന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുവും ഉലുവയും ഇട്ട് വറുത്തതും പിന്നെ കുറച്ച് ചെറിയുള്ളിയും തക്കാളിയും കറിവേപ്പിലയും കൂടെ വഴറ്റി ചേർക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആ മല്ലിച്ചപ്പ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ നാടൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഇച്ചിരി കളറ് കുറവ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി എല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് പാലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സാക്കി നമുക്കിനി ഈ മീൻ തിളയ്ക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ മീൻ അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മസാലയും കൂടെ ചേർത്ത് ഇങ്ങോട്ടേക്ക് ഒഴിച്ചു വെച്ചാൽ മതി. അപ്പോൾ പുളിയൊക്കെ ഇറങ്ങി മീനിലേക്ക് ഉപ്പും പുളിയും കൂടെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പും കൂടെ ചേർത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ മീൻകറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് ശേഷം കൂടെ വേവിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി നല്ല രുചിക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. മീൻ വേകുമ്പോഴത്തേക്കും നമ്മൾ അരപ്പും കൂടെ റെഡിയാക്കി ഇതിലേക്ക് ചേർത്താൽ മതി.